എനിക്ക് യാതൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. ദുബായിൽ നിന്ന് വരുന്ന കോളുകൾക്ക് ഞാനാണ് മറുപടി പറയേണ്ടത്, നിങ്ങളല്ല. 24 മണിക്കൂർ സമയം എനിക്ക് ആ സാധനം കിട്ടിയിരിക്കണം. ഞാൻ ആരാണെന്നറിയാലോ. അടുത്ത കോള് വിളിക്കാൻ ഇടയാക്കരുത്, മനസ്സിലായല്ലോ? സാറെന്താ വരച്ചോണ്ടിരിക്കുന്നത്? തന്ത്രപ്രധാനമായ ചില രേഖകൾ. ഇതെവിടെയാ സ്ഥലം? ഇത് എവിടെയാന്ന് ഒരു ഐഡിയ കിട്ടില്ല. പിന്നെ മിസ്റ്റർ ബൈജു, ഇന്നത്തെ അടക്കം 4 മാൻ മിസ്സിംഗ് കേസുകൾ നമുക്ക് വന്നിട്ടുള്ളത്. 4 ചെറുപ്പക്കാരാണ്. സാറേ, ഈ മാൻ മിസ്സിംഗ് കേസൊക്കെ മാപ്പ് നോക്കി പോയിട്ട് കാര്യമുണ്ടോ? മിസ്റ്റർ ബൈജു, മാൻ മിസ്സിംഗ്, ഭവനവേദനം, ഉരുൾപൊട്ടൽ, മോഷണം എന്ത് തന്നെയായാലും പോലീസിന് മാപ്പ് നോക്കുക എന്നുള്ളത് ഒരു മാമൂലാണ്. ഓക്കെ സാർ. CBIക്ക് ഡമ്മി പോലെയാണ് പോലീസിന് മാപ്പ്. അതുകൊണ്ട് മാപ്പിനെ പറ്റി നീ ചോദിച്ചാൽ മാപ്പില്ല. സാർ, IG വിളിക്കണം. അതെ, യെസ് സാർ. സാർ, പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് സാർ. നമ്മുടെ ഈ അന്വേഷണത്തിനെ പറ്റിയിട്ട് ഒരു മീഡിയക്കും ഒന്നും കൊടുക്കരുത് സാർ, പ്ലീസ്. അതെ സാർ, അന്വേഷണത്തിനെ ബാധിക്കും, അതുകൊണ്ടാണ് സാർ. എന്റെ ഷംസു, ഇത് നോക്കണം. എന്തേനു? പട്ട പകല് പണിക്ക് പോയടത്തന്നെ തട്ടിക്കൊണ്ടുപോയത്. എങ്ങനെയായാലും നമ്മളൊക്കെ എങ്ങനെ അവിടെ പണിക്ക് പോകനി? പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കടോ. കിഡ്നി മാഫിയ ആയിരിക്കും. എല്ലാം മാഫിയാണല്ലോ. കിഡ്നി മാഫിയ, കിഡ്നാപ്പ് മാഫിയ, ലഹരി മാഫിയ. എടോ, ഇവിടെ ഇപ്പം മാഫിയ അല്ലാത്തത് ഈയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് അധികം ചുറ്റി കളിക്കണ്ട. ആരെപ്പോഴാ തട്ടിക്കൊണ്ടുപോകാൻ പറയാൻ പറ്റില്ല. വേഗം സ്ഥലം വിടാം. സത്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടതാണ്. CCTV ഒന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് മാത്രം. എന്ത് CCTV ഒന്നും എനിക്കൊരു പ്രശ്നമില്ലടോ. എൻ്റെ ടാലന്റ് ലോകത്തിനെ അറിയിക്കാന്നുള്ള എൻ്റെ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്വപ്ന കുറച്ച് നാളായിട്ടാരോ പിന്തുടരും പോലെ എനിക്ക് തോന്നുക. പിന്നെ നിലവിൽ നീ ചെയ്യുന്ന ജോലി കൊണ്ട് നിനക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നില്ലേ? അത് തന്നെ മുന്നോട്ട് നയിച്ചാൽ പോരെ. അല്ലാതെ വൈറലാകാനൊക്കെ ശ്രമിച്ചാലേ നിയമത്തിൻ്റെ പിടിയിൽ ചെന്ന് വീഴും ലാസ്റ്റ്. എടോ, എനിക്ക് മാത്രമേ പോലീസിനെ പേടിയുള്ളൂ. എനിക്ക് ഈ പോലീസൊക്കെ പുല്ല, മനസ്സിലായോ? ഒരു ലക്ഷ്യം ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുക, ഒന്നും നോക്കരുത്. ഇവിടെ പോലീസ് വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്, വണ്ടി എടുക്കുന്നു. എടുത്തോട്ടിരിക്ക്. എടാ, മെല്ലെ ഓടിച്ചോടോ. വണ്ടി അതിട്ട് പോയി കെട്ടിറങ്ങി വിൽക്കണ്ട. എന്നിട്ട് പിന്നെ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പറയും പോലീസ് പിന്തുടർന്നു, വണ്ടി ഇടിച്ചു, മരിച്ചു, ഒക്കെ കുറ്റം പോലീസിനാ. അതന്നെ സാറേ, വണ്ടി ഞാൻ ഓടിച്ചാലോ? അത് വേണ്ട പോനെ, വണ്ടി ഞാൻ ഓടിച്ചോ. ഇവരിമ്പളെ പിടിക്കാൻ വന്നല്ലേനോ? ഏടോ, ഞാൻ പേടിച്ചു പോയി. കിരൺ, ദയവായി എന്നെ ഒന്ന് വിശ്വസിക്കൂ. ചില മൂവ്മെന്റുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. 24 മണിക്കൂറിനകം ആ സാധനം എൻ്റെ കയ്യിലെത്തും. എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാനത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും. നോ 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 നോ, ഐ ക്യാൻ മാനേജ്.
മാനേജ് ഇറ്റ്. ദുബായിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരേണ്ട കാര്യമൊന്നുമില്ല. ബിലീവ് മീ. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, നമുക്ക് കിട്ടിയ രഹസ്യ വിവരപ്രകാരം അവർ രണ്ടുപേരും ഒന്ന് സിറ്റിയിലുണ്ട്. ഒരൊറ്റ വണ്ടി പോലും സെർച്ച് ചെയ്ത് വിടരുത്. എത്ര ബ്ലോക്ക് ഉണ്ടായാലും അതൊന്നും കാര്യമാക്കണ്ട. അവരെ രണ്ടുപേരെയും പിടിച്ചേ പറ്റൂ. ഇതുവരെ ഞാൻ തേടി നടന്ന ആളുതാ. പൊക്കിയാലോ? പൊക്കാനൊന്നും ഞാനില്ല. പൊക്കിയിട്ടുണ്ടായ അനുഭവത്തൊന്നും നീ പാഠം പഠിച്ചിട്ടില്ല. പെർമിഷൻ എടുത്തിട്ട് അച്ഛൻ ഓക്കെ. പെർമിഷൻ എടുക്കാൻ ഗാനമേള നടത്തല്ലേ? നീ ഇറങ്ങാൻ ചേർക്കണോ? ഇയാളെ പൊക്കണോ? പൊക്കിയേ പറ്റൂ. പെട്ടെന്ന് ഇറങ്ങി. ഓക്കെ. പേരെന്താ? കടിച്ചൂടത്. എനിക്കിത് മാന്തു വന്നാ പേടി. ആ ബദ്രൻ മുഖനാടാ ഏത് നാട്ടില്ലേ? അതെന്റെ അച്ഛൻ മോന്റെ മോനെ. എടാ മലയാളിയാടാ, അച്ഛനെ വിളിച്ചിട്ടില്ലേ? മിണ്ടല്ല പോവുക. ബിരിയാണി ഒക്കെ കഴിക്കോ? ബിരിയാണി മേടിച്ചു കൊടുക്ക. പൈസ പൈസ ഒക്കെ എന്ത് ചെയ്യാ? നീ ഇയാളെ പിടിച്ച് കാർ കെട്ടു. അവിടെ അതെ ചേട്ടാ, ഒന്നുമില്ല. ഒന്ന് മുടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി എടുക്കാനാ. എന്തിനെ? എന്റെ പൊന്നേട്ടാ, ഇയാളൊരു ഫോട്ടോഗ്രാഫറാ. നിങ്ങളെ മുടിയൊക്കെ വെട്ടി ഇയാൾ നിങ്ങളെ വൈറലാക്കും. എന്റെ മുടി വെട്ടാനോ എന്നെ കുളിപ്പിക്കാനോ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് അത് അപകടം ചെയ്യും. ഒരു അപകടമില്ല. ആർന്ന് കൂടുന്നൊക്കെ ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുകയുള്ളൂ. അപകടം ചെയ്യും. ഇല്ല. ഇയാൾ ജോലിച്ചരാൻ തോന്നുന്നു. അപകടം ചെയ്യും പറയുന്നത്. പതുക്കെ കട്ട് ചെയ്യും. അപകടമാണേ. ഒരു അപകടമില്ല. അപകടം എവിടെന്നാ വരുന്നില്ല. നിങ്ങൾക്ക് തിരിയും. ഇങ്ങനെ തലോണ്ട് കളിച്ചാൽ അതാ അപകടാവും. ഫോട്ടോ എടാ, ഒരു ഭ്രാന്തനാന്ന് ഇയാളെ കണ്ടാ പറയോ? ആര് പറയേ? അല്ല, ഇയാളെ എവിടെ കണ്ടാക്കി? നമുക്ക് കിട്ടിയ ബസ് സ്റ്റോപ്പില്. കുറച്ച് തെറ്റിച്ചിട്ടൂടേനോ? എന്തിനു പാവണ്ടോ? അവിടെ നല്ല നമുക്ക് കിട്ടിയേ. എന്തായാലും എനിക്ക് സന്തോഷാടാ. എൻ്റെ ഒരു സ്വപ്നം പോവാണിഞ്ഞല്ലോ. ഞാനിതിന് ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെ തടസ്സേനും അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് 2.5 മണിക്കൂർ ആയിണ്ടല്ലേ അപ്ലോഡ് ചെയ്തിട്ട്? 2.5 മണിക്കൂർ കഴിഞ്ഞു. 4 ലക്ഷം വ്യൂസ് ആയി. ലൈവ് തന്നെ എത്ര ആളാണെൻ്റെ ഉള്ളത്. നമുക്ക് ഇനിയും ഇങ്ങനത്തെ ഭ്രാന്തന്മാരെ പിടിച്ചിട്ട് താടിയും മുടിയും പഠിച്ചിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുക. ഭ്രാന്തന്മാർ ആരും വൈറലാകാത്ത ഒരാൾ പോലും ഉണ്ടാകുക. അത് തന്നെ. മുകേഷും മനു അല്ലേ? അതെ, ഞാൻ മുകേഷ്, ഇത് മനു. ഞാൻ ആ വൈറൽ വീഡിയോ കണ്ടിട്ട് വരിക. സാറ് കണ്ടോ? എടാ, സാറ് കണ്ടു. അത് കാണാത്ത ആരെങ്കിലും ഇനി കേരളത്തിൽ ഉണ്ടാവുമോ? ദൈവത്തിന്റെ അനുഗ്രഹം. സാറേ, ഞാനാണ് ഇതിന്റെ ഡയറക്ഷൻ മൊത്തം ചെയ്തത്. ഞാനുണ്ട് സാർ കൂടെ. സാറേ, ഇത് തുടക്കത്തിലെ തടസ്സം കേട്ടോ, സത്യം. ഞാനാണല്ലോ. നിങ്ങളെ പോലെയുള്ള യുവാക്കളാണ് ഇന്നത്തെ കേരളത്തിന് ആവശ്യം. നിങ്ങളോട് ഡിപ്പാർട്ട്മെന്റിന് ഭയങ്കര ബഹുമാനം കേട്ടോ. ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനം സാർ. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം? ഞാൻ പറയാം സാറേ, ഞങ്ങൾ ഇയാളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണുന്നു. കാറിലേക്ക് പിടിച്ച് വലിച്ചു കയറ്റുന്നത്. 2 ബിരിയാണി ഓഫർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. അപ്പോ നല്ല ബന്ധത്തിലാണ്. മനസ്സുകാര് നല്ല ഇതിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയാലോ? അല്ല സാറേ, 3 ആൾ കയറിയാ പിടിക്കൂലേ? ഓ, ബൈജോ. ബൈജു അല്ല സാറേ, ഇത് മനു, ഞാൻ മുകേഷ്. അറിയാടോ ബൈജോ? ബൈജു
ഇതാരാന്ന് മനസ്സിലായോ? ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച മഹാൻ. എന്റെ സ്വപ്നം യാഥാർത്ഥ്യക്ക് ഇയാളെ സാറേ. അന്തർ സംസ്ഥാന വിഗ്രഹമോഷണ കേസിലെ 1-ാം പ്രതി മധുരൈ സെൽവരാജ്. 5 വർഷക്കാലം കേരള തമിഴ്നാട് പോലീസിന്റെ തലവേദന. ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ഇവന്റെ മൊഴി എന്താണെന്നറിയോ? ഇവൻ ഇന്ന് വരെ നടത്തിയ എല്ലാ മോഷണ കേസിലും നിങ്ങളും കൂട്ടുപ്രതികളാണ്. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, അപകടമാണ് അപകടമാണ് അപകടമാണ്. ഇതാണ് അപകടം. എന്നാ പോവല്ലേ? ഇങ്ങോട്ട് പോടാ. സാർ, ഈ കേസ് NIA ഏറ്റെടുത്തു. ആണോ? ഇവരിപ്പം നിങ്ങളുടെ കസ്റ്റഡിയിലാണല്ലേ? യെസ് സർ. എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. പറയൂ സാർ. എൻ്റെ മകളുടെ കല്യാണം ഫോട്ടോയ്ക്ക് ഇവരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ ഒന്നും ഇതുവരെ അവർ തന്നില്ല. സാർ ഇടപെട്ടിട്ട് ഒന്ന് വാങ്ങിച്ചു തരണം. മരുമോൻ ദുബായിൽ നിന്ന് വിളിക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒന്ന് ശരിയാക്കി തരണം സാർ. ഇതാടാ എൻ്റെ NIA. സോറി സാർ. ഈ പണിയൊക്കെ അറിയണ ആരെങ്കിലും ഏൽപ്പിച്ചുകൂടെ? ഇതുപോലുള്ളവരാണ് ഈ മേഖല നശിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മരുമോനോട് എന്താ പറയുക? സാറേ, ഞങ്ങൾ വൈറലാകാൻ വേണ്ടി ചെയ്താൽ വേറെ ഒരു തെറ്റും ചെയ്തിക്കില്ല. ഇന്ന് രാത്രിത്തെ TV-യിലെ ചർച്ചകൾ, നാളെ രാവിലത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ്, ഫോട്ടോ, ഇനിയല്ലേ വൈറലാവാൻ പോകുന്നത്.